Hi dears, welcome back to Edufix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MSc ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സാണ്. ഈ ഒരു കോഴ്സ് നിങ്ങൾ ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. MSc IDS എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോഡ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം കേട്ടോ. ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. വീട്ടിലിരുന്നോ ജോലി സ്ഥലത്തിരുന്നുകൊണ്ടോ ചെയ്യാൻ. ഡ്യൂറേഷൻ വരുന്നത് 2 years ആണ്. അപ്പോൾ ഇഗ്നോയിൽ കുറേ സ്കൂളുകളുണ്ട്. കുറേ സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് എൻജിനീയറിങ് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വരുന്നൊരു സ്കൂളിൻ്റെ അണ്ടറിലാണ് സ്കൂൾ ഓഫ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി എന്നുള്ള സ്കൂളിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സാണ്. അതിൻ്റെ അണ്ടറിലാണ് ഒരു കോഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്യൂറേഷൻ 2 years ആണ്, മാക്സിമം 4 years ആണ്, മീഡിയം ഇംഗ്ലീഷിലാണ്. സ്പെഷ്യലൈസേഷൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്നുള്ളതാണ് വരിക. പ്രോഗ്രാമിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ മേഖലകളിലും അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനികളിലും അവിടുത്തെ എൻവിറോൺമെൻറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ മെഷീൻസിൽ ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ സേഫ്റ്റി മാനേജ്മെൻറ്റുകളും അതിനെക്കുറിച്ച് പഠിക്കലും അതുപോലെ തന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു എങ്ങനെ അവിടെ സുരക്ഷ ഉറപ്പാക്കാം എന്നുള്ളതും അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പഠനമാണ് ഈ ഒരു കോഴ്സ്. അതുപോലെ തന്നെ ഒരു അപകടം വരുന്നതിന് മുന്നേ തന്നെ അതിനുള്ള സാധ്യതകളെ കുറിച്ച് പഠിച്ച് അത് ഒഴിവാക്കാനുള്ള ഒരു സ്കില്ല് കൂടി ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോലെ ടീം മാനേജ്മെൻറ്റ്, പ്രോബ്ലം സോൾവിങ്, സുരക്ഷാ ബോധവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് BE, BTech, ME അല്ലെങ്കിൽ MBBS, BDS, BA, MS, BArc, BCA or ബാച്ചിലേഴ്സ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ഓർ BSc ഇൻ എനി ഡിസിപ്ലിൻ. BScക്കാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. BAക്കാർക്ക് അതുപോലെ BCom, BBA തുടങ്ങിയ കോഴ്സുകൾക്കൊന്നും ഇവിടെ ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഈ പറഞ്ഞ ഇത്രയും കോഴ്സുകൾ കഴിഞ്ഞവർക്ക് മാത്രമേ ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 12,100 രൂപയാണ് ഫസ്റ്റ് ഇയർ. അതിൻ്റെ കൂടെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഇഗ്നോയിൽ രജിസ്ട്രേഷൻ ആൻഡ് അലമെൻറ്റ് ഫീ ആയിട്ടുള്ള 700 രൂപയും കൂടി അടയ്ക്കണം. 12,900 രൂപയാണ് സെക്കൻഡ് ഇയറിലോട്ട് വരുന്നത്. ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ പേര് പ്രൊഫസർ മുനീഷ് കുമാർ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൽ ID കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ അക്കാദമിക് സൈഡ് നോക്കാം. നമുക്ക് ഈ ഒരു കോഴ്സിൽ 2 years ആണ് വരുന്നത്. 2 yearsൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ളതെല്ലാം തിയറി പേപ്പേഴ്സാണ് വരുന്നത്. ഒരൊറ്റ പ്രൊജക്റ്റ് മാത്രമേ വരുന്നുള്ളൂ. സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രൊജക്റ്റ്, റിസർച്ച് പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതിൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്, തിയറി പേപ്പേഴ്സാണ് വരുന്നത്. തിയറി പേപ്പേഴ്സിന് റിട്ടൺ എക്സാമും അസൈൻമെൻറ്റ്സും ആണ് ഉള്ളത്. പ്രൊജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിനോപ്സിസ് വാങ്ങി അതിൻ്റെ അപ്രൂവ്ഡ് വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്ത് അത് അയച്ചു കൊടുക്കണം. അപ്പോൾ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി ഒരു കോഴ്സ് ഏതെല്ലാം സെൻറ്റേഴ്സിലാണ് അവൈലബിൾ, സ്റ്റഡി സെൻറ്റേഴ്സ്, റീജിയൻ സെൻറ്റർ, ഇതിനെ കുറിച്ചിട്ട് അറിയാത്തവർ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ വടകര റീജിയൻ സെൻറ്ററിൽ നമുക്കൊരു കോളേജ് അവൈലബിൾ ആണ്. ഇഗ്നോ റീജിയൻ സെൻറ്റർ വടകര LSC കോഡ്.